ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രേക്ഷകർക്കും ആമീസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്യാരറ്റ് അച്ചാറിനെ കുറിച്ചാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ക്യാരറ്റ് അച്ചാറിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. 1 കിലോ ക്യാരറ്റും 1/2 കിലോ നാരങ്ങയുമാണ് നമുക്ക് വേണ്ടത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവപ്പൊടി. ഉലുവ വറുത്ത് പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ആവശ്യത്തിന് ഉപ്പെടുക്കുക. കട്ടക്കായമാണ് നല്ലത്, കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ച് യൂസ് ചെയ്യുക. വിനീഗർ 100 ഗ്രാം, നല്ലെണ്ണ. ആവശ്യത്തിന് കറിവേപ്പില എടുക്കുക. 100 ഗ്രാം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചതച്ചെടുക്കുക. ചതച്ചെടുക്കുന്ന ഇഷ്ടമല്ലാത്തവർ മുറിച്ചെടുക്കുക, ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. അങ്ങനെ ചെറിയ ചൂടിൽ നല്ലതുപോലെ വേവിച്ചെടുത്ത് തണുത്തതിന് ശേഷം ചെറു കഷ്ണങ്ങളായി മുറിച്ച് കായവും പച്ചമുളകും ഉപ്പും ചേർത്ത് 1 ദിവസം വെച്ചിരുന്നാൽ വളരെ നന്നായിരിക്കും. അല്ലാത്തവർ അന്ന് തന്നെ ഉപയോഗിക്കുക. കുറച്ച് ശർക്കരയോ പഞ്ചസാരയോ ഇട്ട് വെച്ചിരുന്നാൽ ഇതിൻ്റെ കയ്പ്പ് കൂടി മാറിക്കിട്ടും. ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. പാത്രം അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് നല്ലതുപോലെ പൊട്ടണം. കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി മുതലായവ ചേർത്ത് കൊടുക്കുക. പച്ചമണം പോകുന്നത് വരെ ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അല്പം മുളക് മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കുക. നാരങ്ങ ആവശ്യമില്ലാത്തവർ വിനീഗർ ഒഴിക്കുക. ഉലുവപ്പൊടിയും ഉപ്പും വിനീഗറും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. തണുത്തതിന് ശേഷം മാത്രമേ ക്യാരറ്റ് ചേർക്കാവൂ, ഇല്ലെങ്കിൽ ക്യാരറ്റ് വെന്ത് പോകും. അതോ കരികരിപ്പ് നഷ്ടപ്പെടും, പെട്ടെന്ന് ചീത്തയാവുകയും ചെയ്യും. അവസാനമായി 1 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കുക. പാചകം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ക്യാരറ്റ് അച്ചാർ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത് മറ്റൊരു പാചക വീഡിയോവുമായി നമുക്ക് വീണ്ടും കാണാം.